മെസ്സി വരുമോ മെസ്സി വരില്ലയോ? കുറേ ദിവസമായി ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നത്. ഒടുവിൽ മെസ്സി വരില്ല എന്നും സ്പോൺസർ പറയുകയും ചെയ്തു. പിന്നീടും വിവാദങ്ങൾ, സ്റ്റേഡിയത്തിൻ്റെ പേരിലുള്ള വിവാദങ്ങൾ, അതിലും മുഖ്യധാരാ മാധ്യമങ്ങളിലെ ഒരു ക്രൂശിക്കൽ കണ്ടു. എന്താണ് ഇവിടെ നടക്കുന്നത്? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പക്ക രാഷ്ട്രീയം ഇവിടെ നടക്കുന്നു എന്ന് വേണം പറയാൻ. എന്നാൽ കൃത്യമായി തന്നെ ആൻഡോ അഗസ്റ്റിൻ പറയുന്നു, നവംബർ 30 വരെയേ ഉള്ളൂ എനിക്ക് ഈ സ്റ്റേഡിയം. എന്നാൽ മാധ്യമങ്ങൾ പറയുന്നു അതിനു മുമ്പുള്ള ഇനിയുള്ള കാലഘട്ടത്തിൽ സ്റ്റേഡിയം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു ആവശ്യപ്പെടൽ നടന്നിട്ടില്ല എന്ന് ആൻഡോ അഗസ്റ്റിൻ പറയുന്നു. ഇവിടെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഈ ഫുട്ബോളിൽ. ഈ ഫുട്ബോളിനെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടമാർക്കാണ്? പ്രേക്ഷകർക്കാണ്. മെസ്സിയെ കാണാനുള്ള പ്രേക്ഷകർക്ക്, നല്ല ഒരു സ്റ്റേഡിയം ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന പ്രേക്ഷകർക്ക് അത്ര വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ആക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പലതാണ്. ഇല്ലാതാകുന്നത് ഒരു ഫുട്ബോൾ, ഇല്ലാതാകുന്നത് ഒരു സ്റ്റേഡിയം. അദ്ദേഹം പറയുന്നു, ഞാൻ മെസ്സിയെ മാത്രമെങ്കിലും കൊണ്ടുവരുമെന്നിപ്പോൾ പറയുന്നു. അതിൻ്റെ കാരണം പറയുന്നു, അത് എനിക്ക് എന്ന് വെച്ചാൽ ആൻഡോ അഗസ്റ്റിന് ഒരു ഒളിച്ചോട്ടമായി എന്നും അദ്ദേഹം പറഞ്ഞു. കാരണം ഞാൻ അങ്ങനെയല്ല എന്ന് വെച്ചാൽ ആൻഡോ അഗസ്റ്റിൻ അങ്ങനെയല്ല ചിന്തിച്ചത്. ഫുൾ ടീമിനെ കൊണ്ടുവന്ന് കളിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. പക്ഷേ ഇത്രയും വേട്ടയാടുമ്പോൾ അദ്ദേഹം മെസ്സിയെങ്കിലും കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ലല്ലോ. അതും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഞാൻ ആലോചിക്കുന്നുണ്ട് ഇനി മെസ്സിനെ മാത്രം കൊണ്ടുവന്നാലോ എന്ന്. കാരണം അനാവശ്യ ചർച്ചയാണ്. ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ സർക്കാരിനോട് പറയും മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവരും. ഒഴിഞ്ഞുമാറ്റം അല്ല. ഞാൻ അതാണ് നിങ്ങൾ തിരിക്കുന്നതുണ്ടോ? മെസ്സി വരുന്നുണ്ടോ നിങ്ങൾ തിരിക്കും. അതാ ഞാൻ പറയും, ഒഴിഞ്ഞുമാറ്റമല്ല. ഞാൻ പറയുന്നത് അറിയോ, നവംബർ അല്ല, ഒരു മിനിറ്റ് സഹോദരൻ പറഞ്ഞിട്ട് മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ ഉദ്ദേശിക്കും. മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ കഴിയും. ഞാൻ അതിന് ശ്രമിക്കും എന്നുള്ളതല്ല, അത് നടക്കും. ആ സമയം ഒരു മിനിറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് മാർച്ചിലേക്ക് ഈ നവംബറിൽ അപ്രൂവൽ കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞത് നവംബറിൽ അപ്രൂവൽ എടുത്ത് സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യും. അതിനുശേഷം മാർച്ച് വരെ സമയമുണ്ടല്ലോ. അതിനുശേഷം സർക്കാരിന് ഇഷ്ടമുണ്ടെങ്കിൽ, GCDക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഈ കളി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നടത്തിക്കൂടെ ഞാൻ ചെയ്തുതരാം. എന്നാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതാക്കൾ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടോ എന്ന് സംശയം. മരമുറിയുടെ കാര്യം പറയുന്നു, അത് ആൻഡോ അഗസ്റ്റിൻ പറയുന്നു. അതിന് രേഖകളുണ്ട്. അതിൻ്റെ ഉദ്യോഗസ്ഥർ നിന്നാണ് മരം മുറിച്ചത്. അതോടൊപ്പം മതിൽക്കെട്ടുകൾ, കോമ്പൗണ്ട് ഹാളുകൾ തിരിക്കുന്നു, അതും ഉദ്യോഗസ്ഥർ നിന്ന് തന്നെയാണ് തിരിച്ചത്. ഇതെല്ലാം അദ്ദേഹം കറക്റ്റ് പറയുന്നു. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞതാണ് നമ്മൾ ഏറ്റവും അംഗീകരിക്കേണ്ടത്. 38 എർത്ത് എന്ന് വെച്ചാൽ ഈ ലൈറ്റുകൾക്ക് 38 എർത്തുകളാണ്. ആ എർത്തുകളിൽ മാത്രം കോടികൾ വിലയാണ്. വേണമെങ്കിൽ ഇതുവരെ ഈ സ്റ്റേഡിയത്തിൽ അങ്ങനെ എർത്ത് ഇല്ല എന്നാണ്, ഇലക്ട്രിക് എർത്ത് ഇല്ല എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ 2 എർത്ത് വെച്ച് നിർത്താമെന്നും അദ്ദേഹം പറയുന്നു. 38 എർത്ത് വേണം ഈ സ്റ്റേഡിയത്തിന്. ഈ ലൈറ്റുകൾ മുഴുവൻ വർക്ക് ചെയ്യണമെങ്കിൽ ഒരെർത്തില്ലാതെ ഞാൻ പറഞ്ഞു. ഈ സ്റ്റേഡിയം ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഒരെർത്തില്ലാതെയാണ്. ഇപ്പം ഞാൻ 38, ഏതോ 1 കോടിക്ക് മേലെയാണ് എർത്ത് ഫിറ്റ് ചെയ്യുന്ന സാധനം. കാരണം മനസ്സിലായോ? ഞാൻ എന്തിനാണ് ഈ 38 ചെയ്യുന്നത്? ഇത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭാവിയിൽ എന്തെങ്കിലും ഒരു ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ അതോ അവൻ ചെയ്ത കുറ്റമാണെന്ന് പറയാൻ, കേൾക്കാതിരിക്കാൻ വയ്യാൻ വേണ്ടിയിട്ട് 38 ചെയ്യുന്നുണ്ട്. 2 ഇട്ടിട്ട് പോയാലും മതി. എന്നെക്കുറിച്ച് നമ്മൾ ചെയ്യുന്നില്ല. ഞാൻ അപ്പോൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റ്, അത് ഇലക്ട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ആത്മാർത്ഥമായി ഈ സ്റ്റേഡിയത്തിന് വേണ്ടി പണിയെടുത്തു എന്ന കാര്യം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയം അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് MP ഹൈബീഡൻ പറഞ്ഞത്, ഇത്രയും നാളും ഞങ്ങൾ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? കളി നടക്കുമെന്നുള്ള പ്രതീക്ഷ. പക്ഷെ കളി നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് അഴിമതി ഉണ്ടോ എന്ന് സംശയമെന്ന്. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ മുൻ MP ശ്രീ K ചന്ദ്രൻപിള്ള കുറച്ച് നേരം മുമ്പ് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത്, ഇത് വിഷയം ഉയർത്തിയത് നന്നായി, ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റിൻ്റെ എല്ലാ ഡോക്യുമെൻസും വിശദാംശങ്ങളും മാധ്യമങ്ങൾക്ക് അദ്ദേഹം ഇന്ന് തന്നെ കൈമാറുമെന്നുള്ളതാണ്. അപ്പോൾ ആ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഡോക്യുമെൻറ്റിൻ്റെ കോപ്പിയും വിശദാംശങ്ങളും വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന യാതൊരു തരത്തിലുമുള്ള വിവാദങ്ങളുടെ ആവശ്യം ഉണ്ടാവില്ല. ജനപ്രതിനിധികളുടെ ചില ആശങ്കകൾ മാത്രമാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ GCയിലോ ചർച്ച ചെയ്തിട്ടാണോ ഈ തീരുമാനങ്ങൾ GCDയെ കൈക്കൊണ്ടിട്ടുള്ളത്? ഫിഫയുടെ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസും പ്രോട്ടോക്കോളും അനുസരിച്ചിട്ടാണോ ഫിഫ നൽകിയ അങ്ങനെ ഒരു ഡോക്യുമെൻറ്റ് അത് വെച്ചിട്ടാണോ ഈ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം നടക്കുന്നത്? ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരു ഇവൻറ്റിന് വേണ്ടി മാത്രം തയ്യാറെടുക്കേണ്ട ഒരു സ്റ്റേഡിയം അല്ല. ഈ സ്റ്റേഡിയത്തിന് വലിയൊരു ചരിത്രമുണ്ട്. ഒരുപാട്
അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഫുട്ബോൾ മാച്ചുകൾക്ക് വേദിയായിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ് കൊച്ചി. ആ ISL തുടങ്ങുന്നതിന് മുമ്പ് ഇത് തയ്യാറാകുമോ എന്ന ആശങ്ക അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കൃത്യമായി ആൻഡോഗസ്റ്റും പറയുന്നു അത്തരമൊരു അഴിമതി ഇല്ല എന്ന് പറയുന്നു. നവംബർ 30 വരെ മാത്രമാണ് തനിക്ക് ഈ സ്റ്റേഡിയം അനുവദിച്ചിട്ടുള്ളൂ. ആ സ്റ്റേഡിയം അനുവദിച്ച സമയം കൊണ്ട് സമയബന്ധിതമായി പണി പൂർണ്ണമായി തീർത്ത് അതിൻ്റെ റാങ്കിലേക്ക് എത്തിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നു. അതിനുശേഷം അദ്ദേഹം സ്റ്റേഡിയം കൈമാറുന്നു. പിന്നീട് മാർച്ചിൽ ഒരു വിൻഡോ വന്നാൽ കളി വേണമെങ്കിൽ അദ്ദേഹം വീണ്ടും സർക്കാരിന് ലെറ്റർ കൊടുത്തുകൊണ്ട് ഈ സ്റ്റേഡിയം എനിക്ക് തരുമോ എന്ന് ചോദിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ഇതിൽ നിന്നും ഒരു ലാഭം പ്രതീക്ഷിച്ചില്ല. തൻ്റെ 70 കോടി പോയാൽ ആർക്കാണ് ഇവിടെ നഷ്ടം? തൻ്റെ നഷ്ടം താൻ നികത്തിക്കോളാം എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പൈസയാണല്ലോ, അദ്ദേഹം അത് ചെയ്യുന്നതിൽ ഒരു അഭിനന്ദനം ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. കേരളത്തിൽ ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം കൊണ്ടുവരണം, കേരളത്തിലെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണം, സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം, ടൂറിസം ഡെവലപ്പ് ചെയ്യണം. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിനോട് ഞാൻ പണം മുടക്കിയിട്ട് എനിക്ക് നഷ്ടം പറ്റാൻ ഞാൻ സഹിച്ചോളാം എന്ന്. കാരണം കളി നടന്നില്ല, എനിക്ക് വലിയ നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം ഞാൻ സഹിച്ചോളാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയും ഒരു പൈസ ഞാൻ വാങ്ങിയിട്ടില്ല, ഒരു ടിക്കറ്റ് വിറ്റിട്ടില്ല, ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തെ ഉയർത്തുക എന്നുള്ളതാണ്. ഈ സ്റ്റേഡിയത്തിൽ എന്തെങ്കിലും വർക്കിന് അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ, അതും കൂടെ ഈ 31 ഉള്ളിൽ തീർക്കും. നവംബർ മാസം 30 വരെ GCDA ഈ കളിക്ക് നടത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അപ്ഡേഷൻ നടത്താൻ വേണ്ടിയിട്ടും SKF ഏൽപ്പിച്ചിട്ടുണ്ട്. SKF എന്നെ എന്ത് ചെയ്യുന്നു, ഇത് ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അപ്ഡേഷൻ നടത്തുന്നു അത് GCAയുടെ കൂടി പെർമിഷൻ കൊണ്ട് നടത്താൻ പറഞ്ഞു. അത് നടത്തുന്നു, അത്രേ ഉള്ളൂ. ഉണ്ടെന്നല്ലേ പറയുന്നേ, അതുണ്ട്. അത് ഞാൻ SKF ആണ്, എനിക്ക് GCAയുടെ ആയിട്ട് ബന്ധമില്ലല്ലോ. ഞാൻ SKFിൻ്റെ അടുത്തുനിന്നാണ്. കാരണം SKF ആണ് ഇതിൻ്റെ കളി നടത്തേണ്ട അതോറിറ്റി, മനസ്സിലായോ? അവരുമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അതുമായിട്ട് കളി നടത്തുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 30 ശേഷം സ്റ്റേഡിയേ വേണ്ട. നിങ്ങളിത് പിന്നെ ഞാൻ GCDA ചെയർമാനോട് ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. എനിക്ക് അങ്ങനെ വേണ്ട. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എല്ലാവരും ഒറ്റ വാക്കിൽ പറയുന്നത് മെസ്സി വരുന്നത് വരെ ഞങ്ങൾ സന്തോഷം, വരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു രാഷ്ട്രീയവൽക്കരണത്തിലേക്ക് പോകുന്നു. പക്ഷെ അതിനു മുമ്പ് മാധ്യമങ്ങൾ വരാതിരിക്കാനുള്ള പണിയിലേക്ക് പോയി എന്ന കാര്യത്തിൽ സംശയം. അത് വീണ്ടും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇവിടുന്ന് മനോരമ എന്നൊരു പത്രത്തിൽ ഒരു ഓൺലൈനിൽ ഇംഗ്ലീഷിൽ അവിടെ വാർത്ത അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ വാർത്ത ഇദ്ദേഹത്തിന് തിരിച്ച് അയച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എഗ്രിമെൻറ്റും കരാറുകളും ഉണ്ട് എന്ന് അദ്ദേഹം ഇപ്പോൾ ഉറപ്പിച്ച് പറഞ്ഞു. ഈ പണിയിൽ എഗ്രിമെൻറ്റും കരാറുകളും വെച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നവംബർ 30 എന്നുള്ള ഒരു ദിവസമുണ്ടെങ്കിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ പണി തീർത്ത് അദ്ദേഹം പടിയിറങ്ങും. പിന്നീട് കളി നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും അപേക്ഷ കൊടുക്കുമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. നമ്മുടെ വികസനങ്ങൾ ഇല്ലാതാക്കാതെ, വികസനങ്ങൾ മുരടിപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോയാൽ ഈ സ്റ്റേഡിയം FIFA റാങ്കിലേക്കുള്ള സ്റ്റേഡിയമാക്കി ഉയർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത്ര മനോഹരമായ കളികളായിരിക്കാം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കുക. വിവാദങ്ങളിൽ നിന്ന് നമുക്ക് തൽക്കാലം ഒന്ന് വിട വാങ്ങുന്നതല്ലേ നല്ലതെന്ന് ഒരു സംശയമാണ്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.